വെൽക്കം ബാക്ക് ടു മഞ്ഞുമൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഏലൂർ ഫെറിയിലാണ്, വാട്ടർ മെട്രോയിലാണ്. നിങ്ങൾക്കറിയാം, കൊച്ചി പഴയ കൊച്ചിയല്ല, കൊച്ചിയുടെ മുഖം മാറ്റുകയാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ ഈ 2 ദിവസമേ ആയുള്ളൂ ഇത് തുടങ്ങിയിട്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചി ആസ്വദിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും കൊച്ചി മെട്രോയിലൊരു സ്വല്പ നേരം, പ്രത്യേകിച്ച് മഞ്ഞുമൽ വോയിസിന്റെ പുരാണമൊക്കെ പറയുന്നതിനിടയിൽ ഞാൻ വിചാരിച്ചു മെട്രോയിലൊക്കെ ഒന്ന് കയറി എന്താണ് നമ്മുടെ മെട്രോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് കൊച്ചിൻ മെട്രോ ലിമിറ്റഡിന്റെ CEO സാജൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ഇത് എന്നാ ഉദ്ഘാടനം ചെയ്തു? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. നടന്നാലോ അല്പം അങ്ങയുടെ സാമ്രാജ്യം ഇത് നടന്നാലും. അപ്പൊ ഇപ്പൊ ആളുകളൊക്കെ വരുന്നുണ്ടോ ഇതിനകത്ത്? ശരിക്കും തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ കൊച്ചി മെട്രോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആരംഭിച്ചപ്പോഴേ കുറച്ചുകൂടെ ഹിറ്റായെന്ന് തോന്നുന്നത് അല്ലേ? തീർച്ചയായും ഒരുപാട് യാത്രക്കാരുണ്ടെന്ന് തോന്നുന്നു. അത് ഈ ദ്വീപ് നിവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണല്ലോ പ്രധാനമായും. പിന്നെ നമ്മുടെ ടൂറിസം വികസനവും ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് ഓക്കെ, മൊത്തത്തിൽ ഒരു CEO എന്ന നിലയിൽ അങ്ങ് പറയുന്നത് ഈ കൊച്ചിയിലെത്തുന്ന വിനോദസഞ്ചാരികളും അതേപോലെ കൊച്ചി കാണാൻ, കൊച്ചിയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന ആളുകളോടും അങ്ങ് എന്താ പറയാൻ പോകുന്നത് ഈ മെട്രോ സർവീസിനെ കുറിച്ച്? ഒരു ഡെസ്റ്റിനേഷൻ കൊച്ചിയിൽ ഡെസ്റ്റിനേഷൻ വാട്ടർ മെട്രോ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ വാട്ടർ മെട്രോ, കേരളത്തിലെ ജനങ്ങളല്ല, ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം വാട്ടർ മെട്രോയെ 2 കൈയും കിട്ടി സ്വീകരിച്ചിരിക്കുക. വാട്ടർ മെട്രോ കൊച്ചിയിൽ ഒരു തരംഗമോ അല്ലേ? തീർച്ചയായും. ഓക്കെ, താങ്ക് യു. സാജൻ ജോർജ് ആണ്, കൊച്ചി വാട്ടർ മെട്രോ CEO ആണ് അദ്ദേഹം. അപ്പോൾ കാക്കനാട് സ്വദേശിയാണ്, നമ്മളും കാക്കനാടാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ വിട്ടിട്ടില്ല കേട്ടോ, അവരെ കൂടെ തന്നെ ഉള്ളത്. അവരുണ്ട് നമ്മുടെ ഈ മെട്രോയിൽ യാത്ര ചെയ്യാൻ. നമ്മുടെ പോളണ്ടുകാരൻ എന്ത് പറയുന്നു? പോളണ്ടിനെ കുറിച്ച് പറയില്ല. പോളണ്ട്, ഇദ്ദേഹം പോളണ്ടിലാണ് ജോലി ചെയ്യുന്നത്. എന്നാ മടക്കം? 27-ാം തീയതി, അടുത്ത മാസം 27-ാം തീയതി. അതെന്തോ കല്യാണ വാർഷികം വല്ലതും ആണോ? 27-ാം തീയതി തന്നെ മടങ്ങുന്നു? അല്ല, 21-ാം തീയതി ആയിരുന്നു പോകേണ്ടത്. ഒരു മാസം കൂടെ നീട്ടി. ഓക്കെ. അപ്പൊ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു മാസം കൂടെ. അതല്ലേ സിജു, ഇപ്പൊ നമുക്കിപ്പോ ഉള്ള പ്രശ്നം എന്ന് പറയാലോ, ചിലപ്പോ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ചിലപ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 2ാമത്തെ അനുഭവം, ആദ്യത്തെ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ സിജു, എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതിന് ഒരു വല്ലാത്തൊരു എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞാൻ എനർജി കൊടുക്കുന്ന ആൾക്കാർ പരാതി വരാറുണ്ട്, പക്ഷെ നിങ്ങൾ എന്റെ ഒരു എനർജി ആയിരുന്നു. അതെ, അപ്പൊ ഇനി ഇത് നിങ്ങൾ ഇപ്പൊ യഥാർത്ഥം നിങ്ങൾ കുറച്ചുകൂടെ നിരന്തരമായി കണ്ടുമുട്ടി തുടങ്ങിയല്ലോ. അപ്പൊ എന്താണ് ഇതൊരു കൊടൈക്കനാലൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു ചിന്തയല്ലേ? കൊടൈക്കനാലൊക്കെ ഇപ്പൊ ഞങ്ങളെ പൊക്കിക്കൊണ്ടിടയ്ക്ക് ശരിക്കും പറഞ്ഞത്. അവിടെ ഇപ്പൊ ഞങ്ങളെ ഒരു സിനിമ പറഞ്ഞ ഇപ്പൊ അവിടെ ഫേമസ് ആയി കൊടൈക്കനാൽ. സിനിമ ഇത്ര ഹിറ്റല്ല. അതന്നെ. അതുപോലെ തന്നെ കുണാക്ക് സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന അവിടെ തിരക്ക്. അപ്പൊ കല്യാണം കഴിച്ചില്ല? അല്ല, ഞാനത് അതിനെ കുറിച്ച് വളരെ ദുഃഖിതനാണ് ഞാൻ, അല്ലേ? സുഭാഷ് അന്ന് ഫ്ലവേഴ്സ് ഒരോടി വന്നപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുള്ള 4-5 കാര്യങ്ങളിലൊന്ന് കല്യാണം കഴിച്ചു. കാര്യം ഒരു മനുഷ്യനെ നേരെയാക്കാനുള്ള എളുപ്പ വഴി കല്യാണം കഴിപ്പിക്കാൻ. എന്താണ് വൈകിപ്പോയെന്ന് വെച്ചാൽ കുട്ടേട്ടനോട് പറഞ്ഞായിരുന്നു. കുട്ടേട്ടനെ വിളിച്ചെന്നിപ്പിക്കാൻ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, വിളിച്ചെന്നിപ്പിക്കാൻ അതായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും സുഭാഷിന് എനിക്ക് തോന്നുന്നത് ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ പകർന്നു കിട്ടുന്ന ഒരു സൗഹൃദ സംഘം കൂടെ ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ബലം, അല്ലേ? പിന്നെ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലൊന്നും ജാതിയോ മതചിന്തയോ ഒന്നും ഇല്ല എന്നുള്ളതും ഏറ്റവും വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ മനസ്സിലല്ല, ഞങ്ങളുടെ നാട്ടിലേ ഇല്ല. ഇതെന്തുവാ ഒരു സംഭവം? എന്താ ഇത് പോൾസൺ ഒപ്റ്റിക്കൽസ്, ഞങ്ങളുടെ കൃഷ്ണകുമാർ വർക്ക് ചെയ്യുന്ന കടയാണ്. ക്യാരക്ടർ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ സാറേ, കടുപ്പിച്ചു പിടിച്ചോ. ഇതാണ് പോൾസൺ ഒപ്റ്റിക്കൽസ്. എന്റെ 18,000 രൂപ പോയി. ഓക്കെ, അപ്പൊ പരസ്യത്തിന്റെ ആകാശായിരുന്നു. വാങ്ങിച്ചോളാം. അപ്പൊ പ്രസാദ്, എങ്ങനെയാ ജീവിതം? ജീവിതം ഇപ്പൊ സന്തോഷം. നാട്ടുകാർ മൊത്തം നമ്മളെ അറിഞ്ഞു. ഇപ്പൊ സിനിമ ഇറങ്ങിയ പിന്നെ ഒരുപാട് പേരുടെ ബഹുമാനത്തിന് അർഹരായി. ഒരുപാട് ഇത്രയും ബഹുമാനം വന്നാൽ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാ? ഉള്ള ബഹുമാനം ഇങ്ങനെ അണവട്ടി വരുമല്ലേ, അല്ലേ? ഓക്കെ, പ്രശ്നമാണ്, അല്ലേ? സുഭാഷിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് ഈ പരിപാടിയോടുകൂടി നടത്തണമെന്നാണ് ഞങ്ങളുടെ കാരണം. സുഭാഷ് ഇപ്പോ അല്ല, സുഭാഷ് കെട്ടണമെങ്കിൽ ഈ വരാൻ പോകുന്ന പെങ്കൊച്ചൊരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ സിജു ഡേവിഡ് സ്ഥലം വിട്ട് പോരുന്നു, അല്ലേ? രക്ഷിക്കാൻ ഒരാൾ വേണമല്ലോ, അല്ലേ? സുഭാഷ് മാത്രമല്ല, സിക്സനും കല്യാണം കഴിച്ചല്ലോ. സിക്സൻ അനി ഞങ്ങളുടെ 11 പേരില് 3 പേര് കല്യാണം കഴിച്ചല്ലോ. ആണല്ലേ? അപ്പൊ അവര് ഭാഗ്യവന്മാരാ, എൻജോയിങ് ലൈഫ്, അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ പാട്ട് പാടുവോ? പാട്ട് പാടുന്ന ആളാണ്. ഓക്കെ, അപ്പൊ പേരെന്താ? നിവേദിത. എങ്ങോട്ട് പോവാ?
അറിയില്ല. ഓക്കെ മക്കളെ എന്താ മക്കളെ കുനിഞ്ഞിരിക്കുന്നോ കേട്ടോ? എടാ എല്ലാം കണ്ടോ? സംഭവം കണ്ടോ? ഓക്കെ പാട്ട് പാടും നീ ഏതാ? അതൊന്ന് പാടിക്കോ. മൈക്ക് ഞാൻ പിടിച്ചോളാം. ഞാൻ ആ മൈക്ക് പിടിച്ചിരുന്ന ആള്. ആ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்க சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, உந்தான காயமெங்கும் தன்னால மாறி போன மாயம் என்ன பொன்மானே பொன்மானே, என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி தாங்காது செந்தேனே, எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழகை வந்தது, என்ன காயம் எங்க வந்து சொல்லாமல் ஏங்க ஏங்க அழகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. താങ്ക് യു. അപ്പൊ മഞ്ഞുമൽ വോയിസ്, ഈ പാട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സംഭവമല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പാട്ട് അറിഞ്ഞുകൂടായിരുന്നു? ഞങ്ങൾക്ക് പാട്ട് കുറച്ചറിയാൻ പാടുള്ളൂ. താങ്കളുടെ അല്ലേ ഒപ്റ്റിക്കൽസിന്റെ? മനസ്സിലായി. ഓക്കെ, അടിപൊളി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ പടം എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അഭിനയമല്ലോ ഞങ്ങളുടെ ജീവിതമായിരുന്നില്ല, നിങ്ങളുടെ ജീവിതമായിരുന്നു അല്ലേ? അപ്പൊ അതിൽ നിന്നപ്പോ എന്തോ ഉണ്ടായിരുന്നു? ഈ പ്രസാദിനെ സിജു ഡേവിഡിനെയൊക്കെ ഓർത്തോ? പിന്നെ ഓക്കെ താങ്ക് യു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കഥ. ഇവരോടൊപ്പം തന്നെയുള്ള യാത്ര നമുക്കൊരു വല്ലാത്ത ഒരു മാനസിക അനുഭവം ഉണ്ടാക്കുന്ന യാത്രയാണ്. അപ്പൊ നമ്മുടെ ഈ സുഭാഷിനെ കുറിച്ചൊരു തമിഴ്നാട്ടിലൊരു കുട്ടി ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മഞ്ഞുമൽ സുഭാഷ് എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ കൊല്ലം ബാബു എന്ന കാതികന്മാരില്ലേ, അതേപോലെ മഞ്ഞുമൽ സുഭാഷ് അടിയടാ സിമ്പൽ എന്ന് ഓക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ മറ്റുള്ള സംസ്ഥാനക്കാരൊക്കെ സുഭാഷിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. സിജുവിനോട് ആരാധന, ഞാൻ നേരത്തെ പറഞ്ഞ ബുക്കിങ്. സുഭാഷിന്റെ ഭാര്യ ഉണ്ട് അല്ല, സിജുവിന്റെ ഭാര്യ എന്നെ തുറിച്ചൊരു നോട്ടം കശ്മര എന്നുള്ള ലൈൻ. അപ്പൊ എങ്ങനെയാ സുഭാഷ്? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതാ ഒരു കാര്യമില്ലല്ലേ? ഓക്കെ, അതൊരു ആശ്വാസമല്ലേ? ഭാര്യക്ക് പ്രശ്നമായോ? ചവിട്ടി വീട്ടിൽ കുഴപ്പമില്ല, നമ്മളെ അറിയാം, നമ്മുടെ ഉള്ളറിയാമോ? ഓക്കെ, ഉള്ളറിയാമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമ്മള് മെട്രോയിലാണ്, കൊച്ചി മെട്രോ. യഥാർത്ഥത്തിൽ കൊച്ചി മെട്രോ ഒരു അത്ഭുതം കേട്ടോ.